ഉദ്ഘാടനം നടന്നിട്ട് ഗ്രാൻഡ് ഓപ്പണിംഗ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഉദ്ഘാടനം നടന്നിട്ടില്ല, പക്ഷേ ഈ വരുന്ന ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ ഉദ്ഘാടനം നടന്നിട്ടില്ലെന്ന്. അതേപോലെ ആളുകളാണ് ഇപ്പോൾ ഹലോ മച്ചന്മാരെ, പാക വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലപ്പുഴയിലാണ് അല്ലേ അർജുനെ? അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴ പഴയ പോലെ ഒന്നുമല്ല, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ആലപ്പുഴയിലെ സെറ്റപ്പുകളും സംഭവം ആലപ്പുഴ ബീച്ചിലെ സെറ്റപ്പും സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ? വായു. നൈറ്റ് ലൈഫ് അടിപൊളിയാക്കാനായിട്ട് വന്നിരിക്കുന്ന സാമഗ്രികളാണ് നമ്മുടെ ഈ പുറകെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ചുറ്റളവിൽ മുഴുവനായിട്ട് നമ്മുടെ ആലപ്പുഴയിലെ ആ പൈൻ മരങ്ങൾ മൊത്തം കവർ ചെയ്തുകൊണ്ട് ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടകളും ഒക്കെ ആയിട്ട് പാർക്ക് പോലെ തന്നെ, പാർക്ക് സെറ്റപ്പിൽ തന്നെ ഒരു വലിയൊരു സംഭവം. ഇത് പാർക്ക് തന്നെയല്ലടാ? അതെ, ഇത് പാർക്ക് പോലെയൊക്കെ തന്നെ, എന്നാലും നമുക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു സംഭവം. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് കിട്ടും. ഐസ്ക്രീമുകൾ, കേക്ക്, അതുപോലെ ഷവർമ്മ, അതുപോലെ എല്ലാ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ അകത്തോട്ട് കയറി ഒന്ന് കണ്ടു നോക്കാം. വാ, നൈറ്റ് എന്തായാലും പൊളിക്കും. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഐസ്ക്രീമൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാ ഷോപ്പുകളും നല്ല അടിപൊളിയായിട്ടല്ലേ, കാണാനൊക്കെ നല്ല ഡിസൈനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഐസ്ക്രീമൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ സാധനങ്ങളൊക്കെ നമുക്ക് പോയി അത് പരിചയപ്പെടുത്തണം അത്യാവശ്യം. അപ്പം വായോ, കോഫിയുണ്ട്, കേക്കുണ്ട്, ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട്, മുകളിൽ കാക്കയുണ്ട്. അത് മാത്രം ശ്രദ്ധിക്കണം ഇവിടെ വരുമ്പോൾ. ഇത് വന്നതിന് ശേഷം ആദ്യമായിട്ടാണോ വരുന്നത്? അതെ, ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോയെങ്കിലും അകത്ത് കയറിയില്ല. അകത്ത് ഇത്ര വിശാലമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. കോഫിയുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ നമുക്ക് വരാം. നമുക്ക് ഇവിടെ ഷവർമ്മ, പിന്നെ ചിക്കനൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാം. ഇതിങ്ങനെ തീരുന്നില്ല ഗൈസ്, ഇതിങ്ങനെ വിരിഞ്ഞു കിടക്കുകയാണ്. ഞാൻ വിചാരിച്ച് കുറച്ച് വെള്ളമായിരിക്കുന്നത്. കുറേ നടക്കാനുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇത്ര ഒരു സാധനം വന്നിട്ട് നിങ്ങളിതുവരെ എനിക്ക് കയറിയിട്ടില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ? സമയം കിട്ടണ്ടേ, നമുക്ക് പ്രോഗ്രാമൊക്കെ അല്ലായിരുന്നു. അവിടെ ഏറുമാടങ്ങളുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് വലിയൊരു ഏറുമാടമാണ്, ഗംഭീര ഏറുമാടമാണ്. നമുക്ക് നേരത്തെ വിളിച്ചത് ബുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ചെറുതിനെത്തിക്കണം. വായോ. അടിപൊളി സെറ്റപ്പാണ് ഗൈസ്. നൈറ്റിന് വേണ്ടി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഗ്ലാസ് പോലത്തെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ നമുക്ക് നൈറ്റിൽ ആ മുകളിൽ നിന്നുള്ള ചന്ദ്രൻ്റെ വെട്ടവും താഴത്തെ ബൾബും ഒക്കെ ഇവിടെ നിന്ന് ബീച്ചിലെ കാറ്റൊക്കെ കൊള്ളാം. ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണാം.
കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കാണാം. സൺസെറ്റിൻ്റെ സമയത്തൊക്കെ വരുന്നതായിരിക്കും. സൺസെറ്റിൻ്റെ സമയത്ത് ഒരു 5:30-6 മണി സമയത്തൊക്കെ തൊട്ടേ വളരെ മനോഹരമാണ്. അപ്പോൾ ഈ ആലപ്പുഴയുടെ നൈറ്റ് ലൈഫിനെ ഗംഭീരമാക്കുന്ന ഈ പുറകെ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വിശദ വിവരങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം. നമ്മുടെ കമ്പനിയുടെ പേരെന്തോ? സീലോഞ്ച് ആണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഫുള്ള് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ളത്? നമുക്കിപ്പോൾ നിലവിൽ പിന്നെ ബർഗർ, ഷവർമ, ജ്യൂസ് ഐറ്റംസ്, ടീ ആൻഡ് സ്നാക്സ്, അങ്ങനെ ഫുഡിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള അതായത് ആൾക്കാരെ പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ള വെറൈറ്റീസ് ഫുഡാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ന്യൂ ആയിട്ട് ഇപ്പോൾ ആഡായി ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അസാഡോയുടെ ഷോപ്പ് നമ്മളിവിടെ പണിയണമെന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം പെരുന്നാളോട് കൂടി ഇനാഗ്രേഷൻ ചെയ്യണമെന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ഇനാഗ്രേഷൻ ആയിട്ടില്ലല്ലേ? ഇല്ല, നമ്മൾ ജസ്റ്റ് ട്രയൽ അടിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. പക്ഷേ നല്ല രീതിയിൽ ആളുകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ ഗംഭീരമായിട്ടുള്ള രീതിക്ക് തന്നെ നമ്മളിവിടെ ഗംഭീരമായിട്ടല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇനി എൻട്രി ഫീസോ അങ്ങനെ എന്തെങ്കിലും ഇല്ല. നമുക്ക് ഇതിനകത്ത് എൻട്രി ഫ്രീ ആയിരിക്കും. നമുക്ക് കുറച്ച് ഗെയിമിംഗ് സെൻ്റർ ഒക്കെ വരാനുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് ഗെയിമിംഗ് സെക്ഷൻസ്, VR അങ്ങനെയൊക്കെ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ അതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഈ വർഷം തന്നെ വരും ഇതെല്ലാം എല്ലാം നെക്സ്റ്റ് മന്തോടുകൂടി നമ്മൾ ഇനാഗ്രേഷൻ. അപ്പോൾ എല്ലാവരും കാത്തിരുന്നു. ആലപ്പുഴയുടെ ഈ സെറ്റപ്പൊക്കെ കാണാത്ത ആലപ്പുഴക്കാരുണ്ട്. അടുത്തുള്ളതാണ് 5-6 കിലോമീറ്റർ അകത്തുള്ളതാണ്. ഇതുവരെ കണ്ടിട്ടില്ല ഇതിനകത്തിൽ. അപ്പോൾ കാണാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇതിനേക്കാളും ഗംഭീരമായിട്ട് ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വന്ന് കാണണം. പക്ഷേ സാധനങ്ങളല്ല അല്ലേ, നമ്മുടെ ഷോപ്പുകളൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മുടെ ആലപ്പുഴയുടെ ബീച്ചിന് നല്ല രീതിയിൽ സൗന്ദര്യം ഉണ്ടാകുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. കമ്പനിയെ പറ്റി എന്ന് പറയുന്നത്, നമ്മുടെ കമ്പനിയുടെ പേരെന്ന് പറഞ്ഞാൽ സീലോഞ്ച് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് നമ്മുടെ മണ്ണഞ്ചേരി സ്വദേശിയാണ്, മുഹമ്മദ് യാസർ എന്നാണ് പേര്. ഇക്കാടെ ഫസ്റ്റ് പ്രൊജക്റ്റാണ്. ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് കേരളത്തിൽ മൊത്തത്തിൽ നമ്മുടെ സീലോഞ്ച് എന്നുള്ളൊരു ബ്രാൻഡ് തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ നല്ല ആശയമാണ്. പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ അതിൽ യാതൊരു ഇതുമില്ല. ഫുഡൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഈ ഫുഡ് ഐറ്റംസ് നമുക്ക് ഇവിടെ ഒന്നും കിട്ടാത്ത വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഏതാണ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഒന്നും കിട്ടാത്തത് നമുക്കിവിടെ മെയിനായിട്ട് പാസ്ത ഒരു ഇറ്റാലിയൻ ഡിഷാണ്. പാസ്ത ഉണ്ട്. അതുപോലെ തന്നെ കാശ്മീരി ടീ, അവരുടെ കാശ്മീരി ടീ, പിന്നെ അവരുടെ തന്നെ ചെറിയൊരു റൊട്ടി, ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റൊട്ടി, കാശ്മീരി ടീ ആണ്. അതിൻ്റെ അവരുടെ തന്നെ കുറച്ച് ഡിഷസ് ഒക്കെ ഉണ്ട് നമ്മളിവിടെ. അതുപോലെ തന്നെ എല്ലാം വെറൈറ്റീസ് ആണ്. കാരണം നമ്മൾ പുറമേ ഉള്ള കടകളിൽ നിന്ന് കിട്ടുന്നതിലും കുറച്ചുകൂടെ വെറൈറ്റീസ് ആയിട്ടുള്ള ഷവർമാസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മളിവിടെ കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് മറ്റുള്ള കടകളെ സംബന്ധിച്ച് വരുമ്പോൾ ആൾക്കാർക്കൊരു കയറുമ്പോൾ തന്നെ അവർക്കൊരു ഫസ്റ്റ് ടൈമിൽ തന്നെ അവർക്ക് അടിച്ചിടണമെന്നുള്ളൊരു സെറ്റപ്പിലാണ് നമ്മളിവിടെ എല്ലാം ഇതാക്കുന്നത്. പക്ഷേ ഫുഡ് ഐറ്റംസിൻ്റെ മാത്രമല്ല, നമുക്ക് ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് ഈ കടലിലെ കാറ്റൊക്കെ കൊണ്ട് നൈറ്റ് ഈ ആംബിയൻസിലിരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പാണ് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആരും ഇത് മിസ് ചെയ്യരുത്. എല്ലാവരും വരിക, ഇവിടെ വരിക, ഇതിൻ്റെ അകത്ത് വന്ന് എൻജോയ് ചെയ്യുക. എൻജോയ് ചെയ്യുക. അതെ, എല്ലാവരും വരിക. നമ്മളിനി ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ഗംഭീരമാകും. കാരണം നമ്മുടെ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയതിനു ശേഷം ഇപ്പോൾ ഈ കാണുന്നതിലും ഉദ്ഘാടനം നടന്നിട്ടില്ല. ഗ്രാൻഡ് ഓപ്പണിംഗ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഉദ്ഘാടനം നടന്നിട്ടില്ല. പക്ഷേ ഈ വരുന്ന ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ ഉദ്ഘാടനം നടന്നിട്ടില്ലെന്ന്. അതേപോലെ ആളുകളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലേശം കുറഞ്ഞു. ഇതിനു മുമ്പ് നല്ല ആളുകളായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ല ആളായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹട്ട് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കയറാനുണ്ട്. അതുപോലെ തന്നെ ഇരിക്കാനായിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ നമ്മൾ വേറൊരു മോഡലാക്കുന്നുണ്ട്. പിള്ളേർക്ക് തന്നെ ആയിട്ട് അവരെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് കളിച്ച് രസിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ട സ്റ്റാഫുകൾ തന്നെ ആണെങ്കിലും നമ്മൾ അത്യാവശ്യത്തിനുള്ള എല്ലാ സെക്ഷനിലേക്കും സ്റ്റാഫുകൾ നമ്മളിവിടെ അവൈലബിൾ ആണ്. ക്ലീനിങ് ആണ് നമ്മുടെ മസ്റ്റായിട്ട്. അതായത് നമ്മുടെ പ്രോപ്പർട്ടി ക്ലീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതിലാണ് നമ്മുടെ വിജയം. അപ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മൾ നൈറ്റും ഡേയും ഒക്കെ ആയിട്ട് ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ്, എക്സിക്യൂട്ടീവ്സ്, എല്ലാവരും സൂപ്പർവൈസർമാർ എല്ലാവരും 24 hours നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. എന്തായാലും ഒരു 2-3 മാസത്തിനകം എല്ലാം സെറ്റാവും. 2 മാസം ഇല്ല, നമ്മൾ മാക്സിമം നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഫുള്ള് പ്ലാൻ ഇവിടെ തീരണമെന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. എന്തായാലും തീരും. അതിനു മുമ്പ് തന്നെ നമ്മൾ നെക്സ്റ്റ് മന്ത് തന്നെ ഇതിൻ്റെ എന്തായാലും ഇപ്പം തന്നെ വന്നാൽ വെറുതെ ആവത്തില്ല. 1 മാസം കൂടെ കഴിയുമ്പോഴത്തേനും പിന്നെ ഗംഭീരമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വരണം. വന്നിട്ട് ഇതെല്ലാം കാണുക, ഇവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യുക, ഇവിടെ കുറച്ച് നേരം ഇരിക്കുക. നമ്മുടെ കോഴിക്കോട് ഒക്കെ കാണുന്ന പോലെ, കോഴിക്കോട് ബീച്ചിലൊക്കെ കാണുന്ന പോലെ ആ ഒരു ഗംഭീര വൈബ് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വന്ന് ആലപ്പുഴ ബീച്ചിൻ്റെ ഈ മാറ്റം വന്ന് കണ്ടിട്ട് പോവുക. ഓക്കെ. അപ്പോൾ
ഇവിടെ കാഴ്ച കാണാനായിട്ട് ചേട്ടനുണ്ട്. ചേട്ടാ ഈ ഇവിടെ ആദ്യമായിട്ടാണോ അതെല്ലാ ദിവസം വരുന്നതാണ്? ഇല്ല, ആദ്യമായിട്ടാണ്. എൻ്റെ വീട് കോഴിക്കോടാണ്. ഞാനിവിടെ കോഴിക്കോടാണോ? ആ ഗംഭീരം, ആളെ കിട്ടി. അപ്പോൾ ഈ നമ്മുടെ ആലപ്പുഴയുടെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സംഭവം കളർഫുൾ ആയിട്ടുണ്ട്, നല്ല ലൈറ്റൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുഡൊക്കെ കഴിച്ചായിരുന്നു? ഇപ്പൊ ഇന്ന് വന്നേ ഉള്ളൂ? ഇപ്പോൾ വന്നിട്ടുള്ളൂ, വന്നിരിക്കുന്നുള്ളൂ. കോഴിക്കോട് ബീച്ചിന്റെ ഒരു വൈബ് കിട്ടുന്നില്ല. കോഴിക്കോട് ബീച്ചിന്റെ ഒരു ചെറിയൊരു വൈബ് അങ്ങനെ പറഞ്ഞാൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞുള്ളൂ. അത്ര തന്നെ ഉണ്ട്, വൈബ് ഉണ്ട്, കുഴപ്പമില്ല, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ പഠിക്കണോ? അല്ലെ, വർക്ക് ചെയ്യാണ്. അപ്പോൾ ഗംഭീരമാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന ഇവിടെ അടുത്താണോ? ഇവിടെ ഒരു ഫിനാൻസിൽ വർക്ക് ചെയ്യാണ്. ഫിനാൻസ്. അപ്പോൾ ഇനി ഇടയ്ക്ക് ഇറങ്ങണം. ഇവര് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയും വന്ന് കാണണം. അപ്പോൾ ശരിയെന്നാ, ഓക്കെ. അപ്പോൾ ദേ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ സൈക്കിൾ ചവിട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയ്യോ കറണ്ട് പോയി ഗൈസ്, ഇരുട്ടത്തായി ഗൈസ്. നല്ല സമയം, നല്ല മഴക്കോളുണ്ട് ഗൈസ്, കറണ്ട് പോയി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പോൾ ഗൈസ് ഈ സംരംഭങ്ങളൊക്കെ തുടക്കമാണ്. അതുകൊണ്ട് ഇവർ ഉദ്ഘാടനം കഴിയാത്തതുകൊണ്ട് തന്നെ ജനറേറ്റർ പിടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പകുതി വീഡിയോ എത്തിയപ്പോഴേ കറണ്ട് പോയി. നമ്മൾ കറണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ മഴയാണ്, നമുക്ക് ഒരു അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തം സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ കൂടെ കാണിക്കാം. എന്തായാലും ഇവിടെ വന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടെ ഞങ്ങൾ വന്നിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വരിക, വന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതെല്ലാം കാഴ്ചകളൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നന്ദി, വണക്കം, മടങ്ങി പോവാം, പോയേക്കാം.